നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആവേശം കൊട്ടിക്കയറുമ്പോൾ അപ്രതീക്ഷിത നീക്കവുമായി മുന്നോട്ട് വരികയാണ് ഇടതുമുന്നണി. കഴിഞ്ഞ ദിവസം UDF അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോഴും ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയാകും തങ്ങൾക്ക് ഉണ്ടാവുക എന്നതായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിരുന്നത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട CPM-നുള്ളിൽ വ്യാപകമായ ആശയക്കുഴപ്പം ഉണ്ടെന്ന് പറയുമ്പോഴും CPM നേതാക്കൾ ആരും തന്നെ അത്തരമൊരു പ്രതികരണമല്ല കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയിരുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് CPM നേതാക്കൾ ഏറെയും പ്രതികരിച്ചിരുന്നത്. ഇത്രയും വലിയ ആത്മവിശ്വാസം CPM നേതാക്കൾക്ക് എങ്ങനെ ഉണ്ടായി എന്നായിരുന്നു മാധ്യമങ്ങൾക്കുൾപ്പെടെ തോന്നിയിരുന്ന കാര്യം. തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ CPM ചില ഗൂഢനീക്കങ്ങളുമായി മുന്നോട്ടു പോകുന്നു എന്നാണ് അറിയുന്നത്. ഒരുപക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാകും LDF-ന് വേണ്ടി മത്സരിക്കുക. M സ്വരാജ് ഉൾപ്പെടെയുള്ള CPM നേതാക്കളെ മത്സരിപ്പിക്കുവാൻ ഒരു ഘട്ടത്തിൽ പാർട്ടി തീരുമാനിച്ചിരുന്നുവെങ്കിലും അതിൽ നിന്ന് പിന്നോട്ട് പോവുകയായിരുന്നു. ഏത് വിധേനയും മണ്ഡലത്തിൽ വിജയിക്കേണ്ടത് പാർട്ടിയെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ്. ഒരേ സമയം കോൺഗ്രസിനോടും PV അൻവറിനോടുമുള്ള പോരാട്ടമാണ് CPM-ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഒരു വിട്ടുകൊടുക്കലിനും CPM തയ്യാറാവുകയില്ല. നിലവിൽ CPM കണ്ണുവച്ചിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാവുമായ VV പ്രകാശിന്റെ കുടുംബത്തിലേക്കാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് വേണ്ടി മത്സരിച്ചിരുന്നത് VV പ്രകാശ് ആയിരുന്നു. എന്നാൽ ഫലം പ്രഖ്യാപിക്കുന്നതിന് 2 ദിവസം മുൻപ് അദ്ദേഹം മരണപ്പെട്ടു. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. നിലമ്പൂർ മണ്ഡലം പ്രകാശിലൂടെ തിരിച്ചുപിടിക്കാമെന്നായിരുന്നു UDF-ന്റെ പ്രതീക്ഷ. നേരിയ വോട്ടുകൾക്കായിരുന്നു അന്ന് പ്രകാശ് PV അൻവറിനോട് പരാജയപ്പെട്ടത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം ആര്യാടൻ ഷൗക്കത്തിന് നൽകാത്തതിൽ കോൺഗ്രസിൽ അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു. VV പ്രകാശിനെ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിൽ പോലും തടയുന്ന സാഹചര്യം അന്നുണ്ടായി. പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും പാർട്ടിക്കുള്ളിൽ പോലും ഉടലെടുത്തിരുന്നു. എന്നിരുന്നാലും വിജയത്തോട് അടുത്തെത്തി പരാജയപ്പെട്ട അദ്ദേഹത്തിന് മരണശേഷവും വലിയ സ്വീകാര്യത ലഭിക്കുകയുണ്ടായി. ഇപ്പോഴിതാ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ VV പ്രകാശിന്റെ കുടുംബത്തിന് അതൃപ്തിയുണ്ടെന്നാണ് അറിയുന്നത്. മകൾ നന്ദന പ്രകാശിന്റെ VV പ്രകാശിനെ കുറിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് അതൃപ്തി എന്ന സൂചനകൾ നൽകുന്നത്. VV പ്രകാശ് 2021 മത്സരിക്കാൻ തീരുമാനിച്ച സമയത്ത് ആര്യാടൻ ഷൗക്കത്തിനെയും സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. പിന്നീട് ആര്യാടൻ ഷൗക്കത്തിനെ DCC അധ്യക്ഷനായി നിയമിച്ച ശേഷമാണ് പ്രകാശ് മത്സരിച്ചത്. കുടുംബത്തിന് ഇതിൽ അതൃപ്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ UDF വീണ്ടും ആര്യാടൻ ഷൗക്കത്തിലേക്ക് എത്തുമ്പോൾ കുടുംബം ആ അതൃപ്തിയാണ് പ്രകടമാക്കുന്നത്. ഇതോടെയാണ് VV പ്രകാശിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുവാൻ CPM ശ്രമിക്കുന്നത്. VV പ്രകാശിനോട് മണ്ഡലത്തിൽ നല്ലൊരു ശതമാനം ജനങ്ങൾക്കും വളരെ അടുപ്പമുണ്ടായിരുന്നു. ആ അടുപ്പം കുടുംബത്തോടും ഉണ്ടാകുമെന്ന് CPM കണക്ക് കൂട്ടുന്നു. പ്രകാശിന്റെ സഹോദരനും മാധ്യമ പ്രവർത്തകനുമായ പ്രശാന്ത് നിലമ്പൂർ, പ്രകാശിന്റെ ഭാര്യ സ്മിത തുടങ്ങിയവരാണ് CPM-ന്റെ പരിഗണനയിലുള്ളത്. എന്നാൽ ഇതുവരെയും അത്തരമൊരു അഭ്യൂഹത്തോട് പ്രതികരിച്ചിട്ടില്ല. CPM-ന്റെ കണക്കുകൂട്ടലുകൾ പോലെ കാര്യം നടന്നാൽ കോൺഗ്രസിനും UDF-നും അതൊരു കടുത്ത വെല്ലുവിളിയാകും. ആ വെല്ലുവിളിയെ അതിജീവിക്കുക എന്നത് അത്ര എളുപ്പവുമല്ല. അതോടൊപ്പം ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയുള്ള അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളിൽ പലർക്കും വിരുദ്ധ അഭിപ്രായങ്ങളുണ്ട്. 90-കൾക്ക് മുൻപുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രമായ കരച്ചിലാണ് ഷൗക്കത്തിന്റെ ആയുധമെന്ന് പലരും വിമർശിക്കുന്നു. പൊട്ടിക്കരച്ചിലല്ല, കൃത്യവും ക്രിയാത്മകവുമായ രാഷ്ട്രീയമാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ചയാകേണ്ടതെന്ന് ഇക്കൂട്ടർ ഷൗക്കത്തിനെ ഉപദേശിക്കുന്നു. ഇങ്ങനെ കരഞ്ഞു മുന്നോട്ട് പോയാൽ ഫലം വരുമ്പോൾ ഷൗക്കത്തും കോൺഗ്രസ് നേതാക്കളും നെഞ്ചു തടിച്ചു കരഞ്ഞ് നിലവിളിക്കേണ്ടി വരുമെന്ന് പറയുന്നവരുമുണ്ട്.